ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന മേത്തി ചിക്കൻ എങ്ങനെ വളരെ എളുപ്പത്തിൽ അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് രണ്ടും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓണാക്കാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം അടച്ച് വെച്ച് ഫ്ലെയിം ഓണാക്കി നമുക്കിത് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഓയിലോ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് തന്നെ ചിക്കൻ നന്നായി കുക്കായി വരുന്നതാണ്. ഇത് നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്ത് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്ത് ചിക്കൻ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് 1 സവാള, 2-3 പച്ചമുളക്, 1 പിടി കാഷ്യൂനട്ട് ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ നന്നായി പേസ്റ്റായി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3-4 ഏലക്ക, 3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ്, അത് 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇത്രയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായി കറിക്കൊരു നല്ല കളർ കിട്ടാൻ വേണ്ടി മാത്രം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയൊക്കെ അരച്ച് വെച്ച പേസ്റ്റ് അതും കൂടി ചേർത്ത് കൊടുക്കാം. ആ ജാറിൽ തന്നെ അല്പം വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കറി ഒന്ന് തിളവരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കഴുകിയെടുത്തതാണ്, അതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടാവുമെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ വൈറ്റ് പെപ്പർ പൗഡർ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കറി നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി കറിയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായി 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രീം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധിക നേരം കറി തിളപ്പിക്കരുത്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മേലെ അല്പം ഫ്രഷ് ക്രീം കൂടി ഒഴിച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മേത്തി മലായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് പൊറോട്ട, ഭട്ടൂര, നാണ്, ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.